നന്മ മാത്രമേ, നന്മയല്ലാതൊന്നുമേ നീ ചെയ്യുകയില്ല. എന്തു ഭവിച്ചെന്നാലും എന്തു സഹിച്ചെന്നാലും എല്ലാം യേശുവേ നന്മയ്ക്കായിട്ടല്ലോ. നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ ആത്മസഖി, എന്റെ യേശുവേ, എന്റെ ജീവനേ, എന്റെ ആശയേ, നീ ഒന്നു മാത്രമേ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ആരാധനാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് സഹോദരൻ ജോർജ് ജോൺ ഇൻഡോർ. ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം ഈ കർത്തൃ ദിവസത്തിൻ്റെ പ്രഭാത സമയത്തിൽ എല്ലാ ശ്രോതാക്കൾക്കും അറിയിച്ചു കൊള്ളുന്നു. വലിയവനായ ദൈവം വീണ്ടും ഒരു കർത്തൃ ദിവസം നമുക്ക് രാവിലെ തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം കർത്തൃ ദിവസമെന്ന് പറയുന്നത് നാം ദൈവത്തെ ആരാധിക്കുന്ന ദിനമാണ്. ആരാധനയിൽ നാം ദൈവത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രക്ഷ ദൈവം ദാനമായി നമുക്ക് തന്നു. എന്നാൽ ആരാധന നാം ദൈവത്തിന് സമർപ്പിക്കുന്നതാണ്. ദൈവം ആരാണെന്നും എന്ത് ചെയ്തിരിക്കുന്നുവെന്നും നാം നന്ദിപൂർവ്വം അനുസ്മരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് ആരാധന. അതിന് പല ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് ഒരു ദൃഷ്ടാന്തം ആവർത്തന പുസ്തകം 26-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് പ്രത്യേകിച്ച് 7 കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ ആവർത്തന പുസ്തകം 26-ാം അധ്യായത്തിൽ കാണുന്ന ആ രംഗമെന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്ത് മിസ്രൈമിൽ നിന്ന് വന്നതിനു ശേഷം ആദ്യമായി അവർക്ക് കിട്ടുന്ന ആദ്യഫലവുമായിട്ട് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെന്ന് പുരോഹിതൻ്റെ കയ്യിൽ അത് കൊടുത്ത് ചെയ്യുന്ന ആരാധനയാണ് അവിടെ നാം കാണുന്നത്. അതിൻ്റെ 5 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിച്ചാൽ ആരാധകൻ രക്തത്താലും ശക്തിയാലും വീണ്ടെടുപ്പ് നിറവേറ്റിയതിൻ്റെ പങ്കാളിയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ കാലത്തിലേക്ക് ഉള്ള ഒരു തിരിഞ്ഞുനോട്ടം, അടിമത്തത്തിൽ നിന്ന് യഹോവ വിടുവിച്ച അവൻ്റെ ബലമുള്ള കയ്യാലും നീട്ടിയ ഭുജത്താലും മഹാഭയങ്കര പ്രവൃത്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ മിസ്രയിൽ നിന്ന് പുറപ്പെടുവിച്ചത് ഓർക്കുകയും ചെയ്യുന്ന ഒരു രംഗമാണ് ഇവിടെ കാണുന്നത്. ഈ പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന നമ്മൾക്ക് അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സ്വന്തം രക്തത്താൽ നമ്മെ ദൈവസന്നിധിയിൽ വിടുവിച്ച് അവൻ്റെ മക്കളാക്കി തീർത്ത ആ രംഗം, അത് നാം എപ്പോഴും ഓർക്കേണ്ടവർ ആയിരിക്കണം. മാത്രമല്ല 1 പത്രോസിൻ്റെ 1-ാം അധ്യായം 18-19 അതുപോലെ തന്നെ 2:5 നാം കാണുന്നത് യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയയാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിതന്മാരാക്കി നമ്മെ തീർത്തിരിക്കുകയാണ്. രണ്ടാമത് നാം കാണുന്നത് ആരാധകന് ദേശത്തിൽ ഒരവകാശമുണ്ട്. അതിൻ്റെ 1-ാമത്തെ വാക്യം നാം അതാണ് കാണുന്നത്. നമുക്ക് ദേശത്തിൽ ഒരവകാശമുണ്ട്. ആ അവകാശത്തെ ഓർത്തുകൊണ്ടാണ് നാം ദൈവസന്നിധിയിൽ അവനെ ആരാധിക്കുവാനായിട്ട് വരുന്നത്. ഈ മനുഷ്യനെ ദൈവം അതിശയമായി വഴി നടത്തിയതാണ്. വാഗ്ദത്തം കൊണ്ടുവന്നിരിക്കുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും അവനെ വഴി നടത്തി. ദൈവം സ്വർഗത്തിൽ നിന്ന് പൊഴിച്ചുകൊണ്ട് കൊടുത്ത മന്നയായിരുന്നു അവൻ്റെ ആഹാരം. അടിക്കപ്പെട്ട പാറയിലെ വെള്ളമാണ് ദാഹശമനത്തിന് കൊടുത്തത്. ദൈവകൃപയാൽ ജോർദാൻ കടന്ന് ഇപ്പോൾ നദിയിൽ കൂടെ വാഗ്ദത്ത ദേശത്ത് എത്തിയിരിക്കുകയാണ്. പുതിയ നിയമവിശ്വാസികളായിരിക്കുന്ന നാമും എഫേസ്യ ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യത്തിലും 2-ാം അധ്യായം 6-ാം വാക്യത്തിലും കാണുന്നത് ക്രിസ്തുവിൽ അവകാശം പ്രാപിച്ചവനും സ്വർഗത്തിൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ഇരുത്തിയിരിക്കുന്നവനും ആണ്.
അതുകൊണ്ട് ആ കർത്താവിനെ നാം ആരാധിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മൂന്നാമത് നാം അതിൻ്റെ 2ാമത്തെ വാക്യത്തിൽ കാണുന്നത് ആരാധകനെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. വലിയ അനുഗ്രഹം ദൈവം ഏതൊക്കെ രീതിയിലാണ് അവനെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ആ അനുഗ്രഹങ്ങൾ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ എല്ലാവിധമായ ആത്മീയമായ ഭൗതികമായ നന്മകൾ അനുഗ്രഹങ്ങൾ നാം പ്രാപിച്ചവരാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 14 വരെയൊക്കെയുള്ളതായ വാക്യങ്ങളിൽ വലിയവനായ ദൈവം നമ്മെ ആത്മീയമായി അനുഗ്രഹിച്ചിരിക്കുന്ന ആ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് നാം ദൈവത്തിന് ആരാധന കഴിക്കുന്നവരായിരിക്കണം. അതിൻ്റെ 2ഉം 3ഉം വാക്യത്തിൽ നാം കാണുന്നത് ആരാധകൻ നന്ദി നിറഞ്ഞവനാണ്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടെ നാം ദൈവസന്നിധിയിൽ വന്ന് കർത്താവിനെ ആരാധിക്കണം. ഒന്നാമത് അവൻ ആദ്യഫലം ശേഖരിക്കുന്നു, പിന്നീട് അതൊരു കൊട്ടയിൽ വയ്ക്കുന്നു, അവസാനമായി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവരുന്നു. ആദ്യഫലം സൂക്ഷ്മമായി ശേഖരിച്ച് കൊട്ടയിൽ ചട്ടമായി അടുക്കി വെച്ച് ദൈവം നിശ്ചയിച്ച സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു. ദൈവം അവന് വേണ്ടി ചെയ്ത കാര്യങ്ങളെ അഭിനന്ദിക്കുന്നതിൻ്റെ ഒരു തെളിവാണിത്. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു എന്ന് സങ്കീർത്തനം 126:3 നാം സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും പറയുവാനായിട്ട് സാധിക്കും. ആ ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ളതായ വാക്യങ്ങളിൽ നാം കാണുന്നത് ആ കുഷ്ഠരോഗം സൗഖ്യമായവൻ തിരിച്ചു വന്ന് ആ ശമരിയക്കാരനെ പോലെ നാം നന്ദിയുള്ളവർ ആയിരിക്കണം. ദൈവത്തിന് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. പുറപ്പാട് പുസ്തകം 23:15 കാണുന്നത് വെറും കൈയോടെ നിങ്ങൾ എൻ്റെ മുമ്പാകെ വരരുത് എന്നാണ് പറയുന്നത്. വീണ്ടും 5ാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ 2ാമത്തെ വാക്യത്തിൽ പറയുന്നത് ആരാധകൻ ദൈവവചനം അനുസരിക്കുന്നവനായിരിക്കണം. ദൈവവചനം അനുസരിച്ചു കൊണ്ടായിരിക്കണം ആരാധന ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ വചനത്തിൽ എപ്രകാരം ആരാധിക്കുവാൻ പറഞ്ഞിരിക്കുന്നുവോ അതേ രീതിയിലായിരിക്കണം നമ്മുടെ ആരാധന. യഹോവ തൻ്റെ നാമം സ്ഥാപിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്കാണ് ആരാധകൻ പോകേണ്ടത്. ആദ്യം ഷീലോവിലായിരുന്നു യോശുവ 18:1, പിന്നീട് യെരുശലേമിലാണ് 1 രാജാക്കന്മാർ 8:29. ഇസ്രായേൽ മക്കൾ ഇപ്രകാരം ആരാധനയ്ക്ക് വേണ്ടി പോയി. എന്നാൽ ഇന്ന് നമുക്ക് ഏത് സ്ഥലത്തും ഇരുന്ന് ആരാധിക്കാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ കാണുന്നത് 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. അതുകൊണ്ട് ദൈവമക്കൾക്ക് ഏത് സ്ഥലത്തും ഇരുന്ന് ആരാധിക്കുവാനായിട്ട് സാധിക്കും. 6ാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആരാധകൻ വിനീതനായിരിക്കണം. അതിൻ്റെ 5 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങളിൽ അവൻ്റെ ആ വിനീത നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജാതി, സ്ഥലം, കുലം, പ്രാപ്തി ഇവയിലൊന്നും പ്രശംസിക്കാതെ ദൈവസന്നിധിയിൽ ചെല്ലണം. എൻ്റെ പിതാവ് ദേശാന്തരിയായ ഒരു അരാമ്യനായിരുന്നു എന്നായിരുന്നു ഏറ്റുപറച്ചിൽ. ആത്മപ്രശംസയ്ക്കോ യോഗ്യതയുടെ പ്രകടനത്തിനോ സ്ഥാനമാനമുണ്ടായിരുന്നില്ല. ദൈവമേ, ഞാൻ മറ്റുള്ളവരെ പോലൊന്നുമല്ല എന്ന് പറയുന്ന പരീക്ഷന് ദൈവസന്നിധിയിൽ പ്രവേശനമില്ല. ഓരോ വിശ്വാസിയും ഇത് പ്രത്യേകം കരുതിക്കൊള്ളണം. നിഗളത്തെ അതിൻ്റെ എല്ലാ രൂപത്തിലും ദൈവം വെറുക്കുകയാണ്. കൃപയാൽ രക്ഷിക്കപ്പെട്ട പാപികൾക്ക് നിഗളം ഒരു തലത്തിലും ചേർന്നതല്ല. വിനയം ആരാധനയ്ക്ക് ഒഴിച്ചുകൂടാത്തതാണ്. നാം വിനയത്തോടു കൂടെ ആയിരിക്കണം ദൈവസന്നിധിയിൽ ആരാധിക്കുവാനായിട്ട് പോകുന്നത്. 7ാമതായിട്ട് അതിൻ്റെ 10-11 വാക്യങ്ങളിൽ നാം കാണുന്നത് ആരാധകൻ ദൈവത്തിന് കൊടുക്കുന്നവനാണ്. പിന്നെ നീ അത് നിൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നമസ്കരിക്കണം. അതാണ് ഇവിടെ നാം കാണുന്നത്. അപ്പോൾ ദാവീദ് പറയുന്നത്, ഞാൻ വെറും ചിലവോടുകൂടെ ദൈവത്തിന് ഞാൻ ആരാധന ചെയ്യുകയില്ല, ഞാൻ ചിലവിട്ടതിന് ശേഷം മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നാം ആരാധനയുടെ സമയത്ത് ആ രീതിയിലുള്ളതായ ആരാധന ചെയ്യുന്നവരായിരിക്കണം. ആരാധകൻ യഹോവ എൻ്റെ ആദ്യഫലത്തിൻ്റെ കൊട്ടയുമായി വരാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചില്ല, അവൻ അത് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാ ഞാൻ ആദ്യഫലവുമായി വന്നിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. ആരാധിക്കുന്നവൻ സഹായിക്കേണ്ടതിന് പ്രാർത്ഥിക്കാനല്ല ആരാധനായോഗം, നേരെ മറിച്ച് ആരാധിക്കാൻ തന്നെയുള്ളതാണ്. ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുമെങ്കിൽ ആരാധനയ്ക്കായി ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യം വരികയില്ല എന്നത് ഒരു പരമാർത്ഥമാണ്. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ ഈ 7 കാര്യങ്ങൾ ഓർത്തുകൊണ്ട് കർത്താവിനെ ആരാധിക്കുവാൻ ഈ വചനം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.